ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ നോമ്പിന് വീഡിയോ ഒന്നും കറക്റ്റില്ലല്ലേ, ഇപ്പം ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിതാ പൊലച്ചക്കക്ക് കറി ഉണ്ടാക്കുകയാണ്. ഞാൻ ഈ സമയത്ത് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ രാത്രി 10 മണിയായി. അപ്പോൾ അരി ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊലച്ചക്കൊരു 3:45 കഴിഞ്ഞിട്ട് എണീക്കൂട്ടോ. പിന്നെ 3:45 എണീറ്റ് പിന്നെ ഒന്നുകൂടി എല്ലാം കറികളെല്ലാം ചൂടാക്കി പിന്നെ എല്ലാം ആകുമ്പോഴത്തേന് 4:45 ആവും. അപ്പോൾ ചായ ഉണ്ടാക്കി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ, നോമ്പിനൊട്ട് സമയം കിട്ടില്ല. ഇപ്പോൾ നോമ്പ് തുറന്ന് പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തു പറഞ്ഞില്ല. അപ്പോൾ അത് ഇന്നാ കിട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ 9 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേന് പോയി വാങ്ങി. അപ്പോൾ അത് വാങ്ങാൻ പോയി. കൃത്യം 1 മാസം പിടിച്ചിട്ടോ. കഴിഞ്ഞ 9-ാം തീയതി കൊടുത്തപ്പോൾ ഇന്ന് 10-ാം തീയതി അല്ല, കൃത്യം 1 മാസം ആയപ്പോൾ പാസ്പോർട്ട് വന്നത് കേട്ടോ. അന്നേ കൊടുക്കുമ്പോൾ പറഞ്ഞു 1 മാസം പിടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് കിട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് ഞാനിതാ കറി വെക്കാനിതാ മാങ്ങ ഉണ്ട്, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പായോണ്ടേ നമുക്ക് എന്തൊക്കെയോ തിന്നാൻ കൊതിയാവൂലേ. അത് ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കണം. ഞാൻ ഇപ്പോൾ ഫുഡിൻ്റെ നാളെ തൊട്ടേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുറച്ച് ദിവസമായി എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നാളെ തൊട്ടിട്ട് ലാസ്റ്റ് വരെ ഇടാൻ നോക്കുക. ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ടാണ്, വന്ന് പെടഞ്ഞെല്ലാം ഉണ്ടാക്കി സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ ഇടണ്ട്. പിന്നെ എന്തൊക്കെ എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് കാണാം. ഒറ്റ സബ്സ്ക്രൈബർ കയറുന്നില്ല കേട്ടോ. ഒന്നാമത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലല്ലേ ചെയ്യുള്ളൂ. ഇഷ്ടപ്പെടാത്തവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ എല്ലാം കണ്ടിട്ട്, എല്ലാ വീഡിയോയും കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇഷ്ടമുള്ളവർ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സാക്കെല്ലാം ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം എത്ര. അപ്പോൾ പിന്നെ കുറേ ദിവസമായിട്ടാണ് ഉണക്കമീൻ മാന്തലുണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞ് മാങ്ങട്ട് കറി വെക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നോക്കാം, മാങ്ങ കൊണ്ടുവച്ചിട്ട് മറന്നുപോയി. പിന്നെ ഫ്രിഡ്ജ് ഞാൻ എന്തെങ്കിലും ഉണ്ടാവും ഉപ്പേരി വെക്കാൻ പറഞ്ഞ് നോക്കുമ്പോൾ മാങ്ങ ഉണ്ട്. അപ്പം മാങ്ങ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഉണക്കമീൻ കറി വെക്കാന്ന്. എന്തേലല്ലേ ഉണ്ടാക്കണ്ട എന്നെപ്പോലെ തന്നെ വന്നാൽ പിന്നെ എന്താ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു ചിന്തയാണ് കേട്ടോ. അതുകൊണ്ടത് കുറേ ഇത് കൊണ്ടുവച്ചിട്ട് മാങ്ങക്കറി വെക്കണം എന്ന് തന്നെ അന്ന് വാങ്ങിക്കൊടുന്നതാ, മറന്നുപോയി. 2 ഉണ്ടായിരുന്നു, ഒന്ന് അതിൻ്റെ അടിയിൽ പെട്ടുപോയി. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ച് നാശാക്കി കളയണ്ട. പിന്നെ എന്തേലും താളിക്കാനെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ സഫാരി പോകുമ്പോൾ വേണം ചീരെല്ലാം വാങ്ങാൻ. അപ്പം ഇന്നിപ്പോൾ പരിപ്പ് കറി ഉണ്ട്, പരിപ്പ് താളിച്ചതുണ്ട്. അതും ഈ കറിയും മതി. അത്രേ തിന്നു. പൊലച്ചക്ക് തിന്നാനൊന്നും പറ്റുന്നില്ല, കുറച്ചേ തിന്നുള്ളൂ. മാങ്ങ ഇങ്ങനെ മുറിക്കുമ്പോൾ വായിന്ന് വെള്ളം വരിക. തോല് വേണ്ട, ഭയങ്കര കട്ടി മാങ്ങക്ക് തോലിന്. അതാ കളയുന്നത്. ഇതിട്ടിട്ട് നല്ല ഉണക്കൽ കുറച്ച് എരിവാക്കിയിട്ട് കറി വെക്കാം. അപ്പോൾ ചോറിന് നല്ല രസമായിരിക്കും. അങ്ങനെയുള്ള തട്ടിമുട്ടി പോകും. ഇവിടെ 10 നോമ്പ് കഴിഞ്ഞില്ല, 1 മാസം അങ്ങനെ ഇങ്ങനെയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാതെല്ലാം പോകും. ഫുഡിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഫുഡെല്ലാം എന്നും വേണമെന്ന് ചോദിക്കും. ഞാൻ വേണ്ടാന്നറിയില്ല ബിരിയാണി. എനിക്കാവില്ല, എനിക്ക് ആദ്യം ഇഷ്ടമില്ല ബിരിയാണി കൂടുതൽ. നല്ല വൃത്തിയുള്ള മാങ്ങയില്ല, വായിൽ വെള്ളം വരുന്നു. പിന്നെ എല്ലാവരും അങ്ങനെ ജോലിയല്ലോ. നല്ല പുളിയുണ്ട് മാങ്ങ. വളരെ പുളി എൻ്റെ പൊന്നെ. പിന്നെ ഇവിടെ 2 ദിവസമായിട്ട് മഴയായിരുന്നു കേട്ടോ. നല്ല മഴ, ചില സ്ഥലത്ത് നല്ല കിട്ടി. നമുക്കെല്ലാം കിട്ടി, എന്നാലും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല.
പിന്നെ വേറെ എന്തൊക്കെയാണ്? നോമ്പ് ഇതാന്ന് അറിയുമ്പോൾ കഴിയൂല. ആരെങ്കിലും പെരുന്നാൾക്ക് നാട്ടിൽ പോകുന്നുണ്ടോ? നമ്മളെ ഫ്രണ്ടാളെല്ലാം പോണുണ്ടോ നാട്ടിക്ക്? ഭയങ്കര ടിക്കറ്റിന് പൈസ അല്ലേ എങ്ങനെ പോവാനല്ലേ? അപ്പം ഇൻഷാ അള്ളാ നാട്ടിക്ക് പോകുന്നവരെല്ലാം പോയി കുടുംബത്തോടെല്ലാം പെരുന്നാളെല്ലാം കഴിച്ചിട്ട് വരി. ഞങ്ങൾ ഇൻഷാ അള്ളാ അടുത്തെല്ലാം പോകും. എല്ലാ പ്രവാസികളും പറയുന്ന അടുത്തെല്ലാം പോകും. അടുത്തെല്ലാം ഇൻഷാ അള്ളാ നോമ്പിന് പോകണമെന്നുണ്ട്. കുറച്ച് ആയുസ് ആഫിയത്തെല്ലാം തരട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്തെല്ലാം നോമ്പിന് നാട്ടിലാണ് നല്ലത്. വേറെ എന്തൊക്കെയാ? നിങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കും. ഇപ്പോൾ നോമ്പിനെ വീഡിയോ ഇടാൻ ഒന്നാമത് സമയമില്ല. നമ്മൾ വൈകുന്നേരം വന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്ന് പിന്നൊന്ന് പിഴഞ്ഞെടുക്കുമ്പോൾ പിന്നെ ഈ സ്റ്റാൻഡായിട്ട് നടക്കണ്ടേ മൊബൈൽ വീഡിയോ എടുക്കാൻ. അപ്പോൾ മടിയാവും. അപ്പോൾ ഞാൻ എടുക്കില്ല. അതാ പറ്റുന്നത്. എടുക്കണം എന്നെല്ലാം ഉണ്ടാവും. പിന്നെ ഒരു മടിയാവും. ഇങ്ങനെ പിടിച്ച് നടക്കണ്ടേ. പൊന്നാരപ്പൂമോനെ ഈ തട്ടില്ലേ, ഈ തട്ട തീ കത്തീനി. പക്ഷെ ചെറുങ്ങനെ പോയിന്. പക്ഷെ എനിക്കത് ഇഷ്ടം കൊണ്ട് തലയിൽ നിൽക്കും കളയാത്തത്. എന്നപ്പോൾ ഞാൻ ഇതെടുത്തിട്ടതാ. ഇപ്പം എന്താ കറിയെന്നറിയാം? മാന്തള് ഉണക്കൽ നല്ല മാങ്ങെല്ലാം ഇട്ട് പച്ചമുളകെല്ലാം ഇട്ട് തക്കാളിയെല്ലാം ഇട്ട് നല്ലൊരു മുളക് കറിയൊക്കെ. അതാവുമ്പോൾ ചോറൊന്നാൻ തോന്നും. ഇറച്ചിയൊന്നും വേണ്ടല്ല. എനിക്ക് തീരെ വേണ്ട. അവിടുത്തെ ചിക്കനെല്ലാം ഉണ്ടായിരുന്നു. അറബി വീട്ടിൽ നിന്ന് കിട്ടി. എല്ലാവർക്കും കൊടുത്ത്. ഒരു ചിക്കൻ അവിടെ എടുത്ത് വെച്ച് ബാക്കിയെല്ലാം കൊടുത്ത്. എന്തിനാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്? ആരെങ്കിലും ഉണ്ടാക്കി കഴിക്കട്ടെ വിചാരിച്ചിട്ട് എല്ലാം കൊടുത്ത്. ഇനി ഒരു ചിക്കനുണ്ട്. നാളെ ഞാൻ എന്താ ഉണ്ടാക്കാന്നറിയോ? നല്ല ഓട്ടടി, നല്ല അയിലക്കറിയും. അതാ എൻ്റെ മനസ്സിൽ. നല്ല ഓട്ടടിയും ചുടുക, നല്ല അയിലക്കറി. അയില മുളകിട്ടത് നല്ല രസം ഉണ്ടാവില്ലേ? അയില കൊണ്ടുവച്ചിന് 2 അയില. അത് വെറുതെ നിങ്ങളോട് ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ, കുറച്ചിങ്ങനെ കഥ പറയാമെന്ന് വിചാരിച്ചു. നമ്മളെ നാട്ടിലെല്ലാണെങ്കിലില്ലേ നല്ല സുഖമാണ്. മക്കളെല്ലാം നോമ്പെടുക്കുമല്ലോ. അപ്പോൾ ഉമ്മെല്ലാം ചെറുപ്പത്തിൽ തന്നെ നോമ്പ് പിടിപ്പിച്ചിന് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ മക്കളെല്ലാം നോമ്പെടുക്കും. ഇപ്പം എൻ്റെ അനിയത്തിയാളെ കുട്ടികളെല്ലാം ചെറുതാണ്, 8, 10 എന്നൊന്നല്ല. നല്ല രസമായിട്ട് നിങ്ങളെല്ലാം എന്താണ് നോമ്പെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ ടേബിളുമ്മ കൊണ്ടുവെക്കുമല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ ചെറുത് എൻ്റെ മോളെ കുട്ടിയില്ലേ, 5 വയസ്സ് കഴിഞ്ഞ്, അത് നോമ്പെടുക്കുന്നില്ല. ഞാൻ പറയാണ്, അതിന് നോമ്പൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാം ആയിട്ട് മിഞ്ഞാന്ന് ഞാൻ വിളിച്ചപ്പോൾ വാങ്ങ് കൊടുത്തിട്ടില്ല. അത് ഒന്ന് വരും ടേബിളിൽ ഒന്ന് പാളി വെക്കും. എന്നിട്ട് പറയും, ഞാനമ്മ എന്താ വാങ്ങ് കൊടുക്കാത്ത. ആ കുട്ടിക്ക് ഒരു പ്രതീക്ഷയാണ്. അതിന് നോമ്പൊന്നുമില്ല. അതിനെടുത്ത് തിന്ന, പക്ഷെ തിന്നൂല. ആ വാങ്ങ് വിളിക്കോളം ഇങ്ങനെ എന്താ ഞാനമ്മ വാങ്ങ് കൊടുക്കാത്ത എന്നുള്ള ആ ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികളെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ഇരിക്കും. ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് 10 വട്ടം പുറത്ത് പോയി വെക്കും. വാങ്ങ് കൊടുക്കുന്നുണ്ടോ. പിന്നെ നമ്മളെന്തെങ്കിലും പറയും, ഒച്ചടല്ല വാങ്ങ് കൊടുക്കുന്ന കേൾക്കൂല അറിയും. അത് നമ്മളെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. വാങ്ങ് കൊടുക്കുന്ന കേൾക്കൂല പറയും. എന്നിട്ട് നമ്മൾ ഈ മുറിക്ക് എന്താണ് ഇത്രയും സൗണ്ട് ഇല്ല, ഇപ്പം എന്താ വാങ്ങ് കൊടുക്കുന്ന കേൾക്കാത്തതെന്നെല്ലാം പറയും. വാങ്ങ് കൊടുത്തിട്ടേ ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ ടേബിളുമെല്ലാം കൊണ്ടുവച്ച് പാവങ്ങൾ നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ വാങ്ങ് കൊടുക്കുന്നതിന് ടേബിളുമ്പോൾ ഇങ്ങനെ ഒരു ഇരുത്തുണ്ട്. എന്താ വാങ്ങ് കൊടുക്കാത്ത, എത്ര സമയമുണ്ട് എന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ മക്കളല്ലല്ലേ. അതൊരു രസമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് കുട്ടികളെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലോ വിചാരിച്ച പോലെ ഒന്നും ഉച്ചക്കെല്ലാം പറയും, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, എനിക്ക് അത് വേണം ഇത് വേണം, ഒന്നും തിന്നൂല. അപ്പോൾ
നമ്മളെല്ലാം ചെറുപ്പത്തിൽ നോമ്പ് പഠിപ്പിക്കൽ തുടങ്ങി എൻ്റെ ഉമ്മ എല്ലാം. എൻ്റെ ഉമ്മ ചെയ്ത പോലെ തന്നെയാണ് എൻ്റെ മോളിമ്മ അങ്ങനെ പഠിപ്പിച്ചിന്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, ചെറുപ്പത്തിലേ നോമ്പ് പഠിപ്പിക്കും. എൻ്റെ അനിയത്തിൻ്റെ ഒരു മോനുണ്ട്, 7-8 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എന്നോട് മിഞ്ഞാന്ന് പറയും, സായി ഞാൻ 4 നോമ്പെടുത്ത്, ഇനി എന്നാൽ ഞാൻ എടുക്കൂല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ 1.5 എടുത്തോ, ഇന്നെടുത്താൽ നാളെ എടുക്കണ്ട, നാളെ എടുത്താൽ മറ്റേ അങ്ങനെ എടുത്തിട്ട് ഇതാക്കിക്കോന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ പിന്നെ എന്താണെന്നറിയില്ല, എടുത്തീനാന്നറിയില്ല. അങ്ങനെയല്ലാണ് മക്കള്. ഇപ്പം വേറെ ഒന്നുമില്ല, നിങ്ങളോട് കഥ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ കറിയെല്ലാം വെക്കട്ടെ. അരി എന്താണ് അവൻ വിസിലടിക്കാത്ത, എന്താണ് അവൻ കൂക്കാത്ത. കുറേ നേരമായി ഞാൻ കുക്കറിലിട്ടിട്ട് അരി ചെറിയ തീയിലിട്ടത്. അപ്പോൾ എല്ലാവരും എൻ്റെ പഴയ വീഡിയോ എല്ലാം കണ്ട് എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നോമ്പ് കഴിയോളം ഇങ്ങനെ തട്ടിമുട്ടി പോകാം. നോമ്പ് കഴിഞ്ഞിട്ട് ഉഷാറാക്കാം. എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം വീഡിയോ എടുക്കണ്ട കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നടക്കാനും പോക്കില്ല, മഴ ചെയ്തിട്ട്. അല്ലെങ്കിൽ നടക്കാൻ പോകുമായിരുന്നു. ഇതല്ലേ ഉള്ളൂ വിശേഷം. ഇപ്പം ഒന്ന് മാങ്ങക്കറി വെച്ച് പൊലിച്ചൊക്കെ എണീറ്റ് നല്ല ചോറെല്ലാം തിന്ന് കട്ടൻ ചായ എല്ലാം കുടിച്ച് നമുക്ക് നോമ്പെല്ലാം സമാധാനത്തിലെടുക്കാം. അപ്പം ഇത്രയല്ലേ ഉള്ളൂ വിശേഷം കേട്ടോ, വെറുതെ ഒരു വീഡിയോ. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും പഠിച്ച നല്ലത് വരുത്തട്ടെ, ആരോഗ്യം ആയുസ്സും തരട്ടെ. നല്ലപോലെ നമ്മളെ നോമ്പെല്ലാം പഠിച്ചറപ്പ് ഭാഗത്താക്കി തരട്ടെ. പഠിച്ചറ നമ്മളെ നോമ്പ് നിസ്കാരം എല്ലാം പഠിച്ചറപ്പ് സ്വീകരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.